ഹലോ എവരിവൺ, ഇന്നൊരു സാമ്പാർ പൊടിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഹോം മെയ്ഡ് സാമ്പാർ പൊടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണ്. അപ്പോൾ സാമ്പാർ പൊടി ഉണ്ടാക്കാനായിട്ട് ഒരു 200 ഗ്രാമോളം മല്ലി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇത് ഞാൻ 2 ഭാഗമായിട്ടാണ് ഇവിടെ വറുത്തെടുക്കുന്നത്. എല്ലാം കൂടി ഒന്നിച്ചിട്ട് വറുത്തെടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ മൂപ്പ് ശരിയാവില്ല. മല്ലിപ്പത പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. 200 ഗ്രാം മല്ലി 2 ഭാഗമായിട്ട് പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി 4 ടേബിൾ സ്പൂൺ ഉഴുന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഉഴുന്ന് പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റാം. ഇനി അടുത്തത് 4 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇനി പാകത്തിനൊന്ന് മൂപ്പിച്ചെടുക്കാം. പരിപ്പും പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റാം. ഇനി അടുത്തത് ഒരു 3 ടേബിൾ സ്പൂൺ അരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് ഏതരി ആയാലും കുഴപ്പമില്ല, പച്ചരി ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ പുഴുക്കല്ലരിയാണ് എടുത്തിരിക്കുന്നത്. അരി പാകമായിട്ടുണ്ട്. ഇതിലും കൂടുതൽ വറുത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഇത് മാറ്റാൻ വേണ്ടി. ഇനി അടുത്തത് ഒരു 8 ടീസ്പൂൺ ഉലുവ നന്നായിട്ട് വറുത്തെടുക്കാം. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ്. ഉലുവ കൂടിപ്പോയി കഴിഞ്ഞാൽ കയ്പ്പരസം വരും. അപ്പോൾ 8 ടീസ്പൂണാണ് ഉലുവ എടുത്തിരിക്കുന്നത്. ഉലുവ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റാം. ഇനി അടുത്തത് മുളക് പൊടി ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അതിന് ഞാനിവിടെ 100 ഗ്രാം മുളക് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിനു പകരം ഒരു 150 ഗ്രാം മുഴുവൻ മുളക് എടുത്തിട്ട് നന്നായി വറുത്ത് പൊടിച്ചാലും മതി. ഇപ്പം ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ മുളക് അധികം എരിവില്ലാത്ത കാരണം 100 ഗ്രാം ഇത് ധാരാളം മതിയാവും. ഇനി അവനവൻ്റെ എരിവിനനുസരിച്ച് ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരാം. ഇത് മുളക് പൊടിയായ കാരണം വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ഒന്ന് വറുത്തെടുക്കാൻ. ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. മുളക് പൊടി ഇപ്പോൾ പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അല്പം കറിവേപ്പില നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. കറിവേപ്പില ഡ്രൈ ആയിട്ട് വന്നിട്ട് ഇത് മാറ്റാം. കായം ഇപ്പോൾ പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇത് കരിയാതെ നോക്കണം. കായം ഇവിടെ ഞാൻ നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഞാൻ കുറച്ച് പീസ് എണ്ണയിലിട്ടിട്ട് വറുത്തതാണ്. അല്ലെങ്കിൽ പിന്നെ വേറൊരു എളുപ്പ വഴിയുണ്ട്. ഇത് കായം ചെറിയ കഷ്ണങ്ങളായിട്ട് മൈക്രോവേവിൽ ഒരു 1.5 മിനിറ്റ് വെച്ചാലും മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിനെ കായം അങ്ങനെ പൊടിച്ചെടുക്കാൻ സാധിക്കും. വളരെ ഡ്രൈ ആയിട്ട് കിട്ടും. ഇപ്പോൾ സാമ്പാറിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി അല്പം ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ മൂപ്പ് കറക്റ്റായിരിക്കണം. അല്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്ന സാമ്പാർ പൊടിക്ക് അതിൻ്റെ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ സെപ്പറേറ്റായിട്ട് വറുത്തെടുക്കുക ഓരോന്നും. പിന്നെ അതിൻ്റെ മൂപ്പ് കറക്റ്റായിട്ട് കരിഞ്ഞു പോവാതെ നമ്മൾ നോക്കണം. ഇപ്പോൾ എല്ലാം കൂടി ഇവിടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചു വെച്ച് പാകത്തിനെടുത്ത് നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.